ലോകത്തിലെ ഏറ്റവും മോശം ഫാഷൻ ബ്രാൻഡുകളിൽ ഒന്നായി കണക്കാക്കപ്പെട്ട ക്രോക്സ് ഇന്ന് ട്രെൻഡിംഗ് ബ്രാൻഡായ ഒരു കഥ കേൾക്കണോ. 2002 മൂന്ന് സുഹൃത്തുക്കൾ ചേർന്ന് കണ്ടുപിടിച്ച ഒരുതരം റബ്ബർ ചെരുപ്പുകളാണ് ക്രോക്സ്. തുടക്കത്തിൽ ബോട്ട് യാത്രക്കാർക്കും സ്പാ ജീവനക്കാർക്കും വേണ്ടി ഉണ്ടാക്കിയ ഈ ചെരുപ്പുകൾ വളരെ പെട്ടെന്ന് തന്നെ ജനപ്രീതി നേടി. അഗ്ലി ആൻഡ് കംഫർട്ടബിൾ എന്നതായിരുന്നു ആളുകളുടെ പൊതുവായുള്ള അഭിപ്രായം. എങ്കിലും എളുപ്പത്തിൽ കഴുകാനും ഇടാനും സാധിക്കുന്നത് കൊണ്ട് തന്നെ പല ആളുകളും ഇത് ഉപയോഗിക്കാനും തുടങ്ങി. എന്നാൽ ഈ വളർച്ച അധികം നാൾ നീണ്ടു നിന്നില്ല. 2007-2008 കാലഘട്ടത്തിൽ ലോകമെമ്പാടും സാമ്പത്തിക മാന്ദ്യം ഉണ്ടായതുപോലെ തന്നെ ക്രോക്സിനും പ്രശ്നങ്ങൾ തുടങ്ങി. ഒരുപാട് ഉണ്ടായി. അതുപോലെ ക്രോക്സിന്റെ ബൾക്കി രൂപം പല ആളുകൾക്കും ഇഷ്ടമില്ലാതായി തുടങ്ങുകയും ചെയ്തു. ട്രെൻഡുകൾ മാറിയതോടെ ആളുകൾ ക്രോക്സിനെ കൈയൊഴിഞ്ഞു. വിൽപ്പന കുത്തനെ ഇടിഞ്ഞു. കമ്പനി വലിയ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. ഈ ഒരു സമയത്ത് ക്രോക്സ് പൂജ്യത്തിലേക്ക് പോലും എത്തിച്ചേർന്നു. ഇവിടെയാണ് ക്രോക്സിന്റെ രണ്ടാം വരവ് തുടങ്ങുന്നത്. 2014 ഒരു പുതിയ CEO കമ്പനിയുടെ ചുമതല ഏറ്റെടുത്തു. അദ്ദേഹം ക്രോക്സിന്റെ ഡിസൈനിൽ മാറ്റങ്ങൾ വരുത്തി. കൂടുതൽ സ്റ്റൈലിഷും ഫാഷനബിളുമായിട്ടുള്ള പുതിയ മോഡലുകളും പുറത്തിറക്കി. അതുപോലെ വിവിധ നിറങ്ങളിലും ലഭ്യമാക്കി. ഈ മാറ്റങ്ങൾ ക്രോക്സിന് ഒരു പുതുജീവൻ തന്നെ നൽകി. ഇന്ന് ഒരുപാട് പേർ ക്രോക്സ് ഉപയോഗിക്കുന്നു. ഒരു കഷ്ടപ്പാടുകൾ ഉണ്ടായെങ്കിലും ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ ക്രോക്സ് ഒരു വിജയ ക്രോക്സ് ആയി മാറിപ്പോയി.